ഒരു ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും ജനങ്ങളാൽ ചർച്ചയാവേണ്ടതും എന്താണ്? നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താ നേരത്തെ ശ്വാസം മുട്ടലുണ്ടോ? പനിയാണോ അതോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? മെഡിക്കൽ കോളേജ് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? VC ഈ ഉമ്മയുടെ നമ്പർ വാങ്ങും, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഇതൊക്കെയാണ് വാർത്ത. ഒരു ഉമ്മ, ഈ ഉമ്മയുടെ വീട് പൊളിഞ്ഞു കിടക്കുകയാണ്. ലൈഫ് മിഷനിൽ പുതിയ വീടുകൾ വരുന്നില്ല. ഇതൊക്കെയാണ് മനുഷ്യർ. ഇതിപ്പം ഇവരാരും പിന്നെ UDFന്റെ പ്രവർത്തകരല്ല, വഴിയിൽ കണ്ട പാലക്കാടുകാരാണ്. ഇവരുടെ ഈ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ. എഴുതി കൊടുത്ത് ലൈഫിൽ പുതിയ വീടുകൾ വെക്കുന്നില്ല, വീടുകൾ അനുവദിക്കുന്നില്ല. പുതിയ എത്ര വീടുകൾ അനുവദിക്കുന്നത്? പാലക്കാട് എത്ര വീടുകൾ അനുവദിച്ചിട്ടുണ്ട്? വീട് പൊളിഞ്ഞ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ ഇതുപോലുള്ള പ്രയാസങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയുന്നത്, നമുക്ക് വിവാദങ്ങൾ ഇവിടെ നിൽക്കുന്ന 4 പേരിൽ 2 പേരെ ബാധിക്കുന്ന വിഷയം വീടാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളിപ്പോ വിവാദപരമായ ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് വിഷമം തോന്നുന്നത്. കാരണം ഇതിപ്പം നമ്മൾ പ്രതീക്ഷിച്ചതല്ലല്ലോ ഇവരെ. ഈ ഉമ്മ ആ ഉമ്മയുടെ ഭർത്താവിനെ ആശുപത്രിയിലാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ ഇവിടെ ഞാനുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവരാരും UDFന്റെ പ്രവർത്തകരല്ല. അപ്പൊ ഇവരിവിടെ നിന്നിട്ട് ഇവരുടെ സങ്കടം പറയാണ്. ഈ സങ്കടം പറഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് വിവാദങ്ങൾക്ക് മറുപടി പറയുമ്പം ഞാൻ ഇവരോട് ആൻസറബിൾ അല്ലേ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വിവാദങ്ങൾ പറയാനാണെങ്കിൽ 100 വിവാദം, 2 പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയം തൊട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ എനിക്ക് പറയാനുണ്ട്. വ്യക്തിപരമായ അധിക്ഷേപമാണെങ്കിൽ ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതൊന്നും അല്ല പാലക്കാട് ചർച്ച ചെയ്യേണ്ടത്. പാലക്കാട് ചർച്ച ചെയ്യേണ്ടത് ഇവിടോട്ട് വരുമ്പോ എന്താ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം? നിങ്ങൾ കേട്ടല്ലോ, ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം എന്താ? ഇവിടെ ഒരു റോഡ് ശ്രീ ഷാഫി പറമ്പിന്റെ കാലത്ത് വന്നു, ജലജീവൻ മിഷന്റെ പദ്ധതി വന്നു. നല്ല കാര്യമാണ്, ജലജീവൻ മിഷന്റെ പദ്ധതി വരുന്നു. റോഡ് പൊളിച്ചിട്ടു, തിരിച്ച് ശരിയാക്കി കൊടുക്കണ്ടേ? അപ്പൊ അതൊക്കെയാണ് പ്രശ്നം. പാലക്കാട് പുതിയ വീടുകൾ വേണം, പാവപ്പെട്ട അമ്മമാർക്ക് വീട് വേണം. ഇപ്പൊ 5 പേരെ എടുക്കുമ്പോൾ ഇപ്പൊ 5 പേര് നിൽക്കുക, 5 പേര് 2 പേരുടെ ആവശ്യം വീടാണ്. നമ്മൾ ആ ബേസിക് ഇഷ്യൂസ് ആണ് അഡ്രസ് ചെയ്തത്. അമ്മ ഞാൻ വിളിക്കാട്ടോ, ആ ഉമ്മേന്റെ കാര്യം നോക്കി. ഈ റൂട്ടിന്റെ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം.